ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2025 ടീമുകളുടെ ഇൻഡിവിജ്വൽ ഷെഡ്യൂളുകളാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളായി നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 എപ്പിസോഡുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള KKRൻ്റെയും മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെയും ഇൻഡിവിജ്വലായിട്ടുള്ള ഷെഡ്യൂൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു സീരീസിൽ 3ാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ പോരാളികളായിട്ടുള്ള ഹിറ്റ്മാൻ്റെ സംഘം മുംബൈ ഇന്ത്യൻസിൻ്റെ IPL 2025 എക്സൈറ്റിംഗ് ഷെഡ്യൂളുകളാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഹിറ്റ്മാൻ്റെ സംഘമല്ല, ഹാർദിക് പാണ്ഡ്യയുടെ സംഘം. പക്ഷേ അടുത്ത IPL അതായത് മാർച്ച് 23 മുംബൈ ഇന്ത്യൻസിൻ്റെ സീസൺ ഓപ്പണർ വരാൻ പോകുന്നത്. അതും തകർപ്പൻ പോരാട്ടം തന്നെയാണ്. എവേ പോരാട്ടത്തിൽ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് MIയുടെ എതിരാളികൾ. സോ ഒരു എക്സൈറ്റിംഗ് ത്രില്ലർ പോരാട്ടം തന്നെയാണ് പുതിയ IPL സീസണിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ മുംബൈ ഇന്ത്യൻസിനെ കാത്തിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ സീസണിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ അവർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. കഴിഞ്ഞ സീസണിലെ അവസാന പോരാട്ടത്തിൽ ഒരു സ്ലോ ഓവർ റേറ്റിംഗിൻ്റെ പേരിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു മത്സരം ബാൻ ആയിട്ടുണ്ട്. സോ അതിനാൽ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ IPL 2025 ഉദ്ഘാടന പോരാട്ടം അതായത് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ മാർച്ച് 23 നടക്കാൻ പോകുന്ന MI CSK റൈവലറി മാച്ചിൽ MIയുടെ നായകസ്ഥാനത്ത് ഹാർദിക് പാണ്ഡ്യ ഉണ്ടായേക്കില്ല. അതിനുശേഷം മാർച്ച് 29 ഒരു എവേ പോരാട്ടമാണ്, തുടർച്ചയായ 2ാം എവേ പോരാട്ടമാണ് MI കളിക്കാൻ പോകുന്നത്. ഇത്തവണ എതിരാളികൾ അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. മാർച്ച് 31 ഹോം മാച്ചിലേക്ക് മുംബൈ വരികയാണ്. ഇത്തവണ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള KKR ആണ് ദൈവത്തിൻ്റെ പോരാളികളുടെ എതിരാളികൾ. ഏപ്രിൽ 4 എവേ പോരാട്ടത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെയും ഏപ്രിൽ 7 ഹോം മത്സരത്തിൽ RCBയും മുംബൈ ഇന്ത്യൻസ് നേരിടും. ഏപ്രിൽ 13 എവേ പോരാട്ടം തന്നെയാണ് ഇത്തവണ കാത്തിരിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഇത്തവണ എതിരാളികളായി വരാൻ പോകുന്നത്. ഏപ്രിൽ 17 വീണ്ടും ഒരു ഹോം മത്സരമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഇത്തവണ മുംബൈ ഇന്ത്യൻസിൻ്റെ എതിരാളികൾ. ഏപ്രിൽ 20 ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും അത് ഹോം മത്സരമാണ്. അതിനുശേഷം തുടർച്ചയായി 5 ഹോം മത്സരങ്ങൾ മുംബൈ ഇന്ത്യൻസ് കളിക്കുന്നതായിരിക്കും. ഏപ്രിൽ 23 SRSനെതിരെ, ഏപ്രിൽ 27 ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ, മെയ് 1 രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസ് ഹോം മത്സരം കളിക്കും. സോ വീണ്ടും അവസാന 3 മത്സരങ്ങളും വീണ്ടും മുംബൈ ഇന്ത്യൻസിന് ഹോം മത്സരങ്ങൾ തന്നെയാണ്. മെയ് 6 ഗുജറാത്ത് ടൈറ്റൻസിനെയും, മെയ് 11 പഞ്ചാബ് കിങ്സിനെയും, മെയ് 15 അവസാന ലീഗ് പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെയും മുംബൈ ഇന്ത്യൻസ് നേരിടും. സോ ഇതാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഷെഡ്യൂൾ. മാർച്ച് 23 ചെന്നൈ സൂപ്പർ കിങ്സ്, മാർച്ച് 29 ഗുജറാത്ത് ടൈറ്റൻസ്, മാർച്ച് 31 KKR, ഏപ്രിൽ 4 LSG, ഏപ്രിൽ 7 RCB, ഏപ്രിൽ 13 ഡൽഹി ക്യാപിറ്റൽസ്, ഏപ്രിൽ 17 SRH, ഏപ്രിൽ 20 ചെന്നൈ സൂപ്പർ കിങ്സ്, ഏപ്രിൽ 23 SRH, ഏപ്രിൽ 27 LSG, മെയ് 1 രാജസ്ഥാൻ റോയൽസിനെയും, മെയ് 6 GTA, മെയ് 11 പഞ്ചാബ് കിങ്സിനെയും, മെയ് 15 അവസാന IPL 2025 ലീഗ് പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെയും മുംബൈ ഇന്ത്യൻസ് നേരിടുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.